കോഴഞ്ചേരി പാലം വന്നില്ല. കോഴഞ്ചേരി പാലം നമ്മൾ പൂർത്തിയാക്കി. കുറച്ച് ഭാഗം പൂർത്തിയാക്കേണ്ടത് ആരോപണമാണ് നിൽക്കുന്നത്. ഇല്ല, എന്ന് വെച്ചാൽ പെയിന്റിങ്ങും മറ്റ് ഗ്രില്ല് ചെയ്ത് ഇതിന്റെ കൈവരിയൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്പാനെല്ലാം നമ്മൾ പൂർത്തിയാക്കി. ഇനി ആ ആർച്ചിന്റെ ഒരു വാർപ്പും എല്ലാം കഴിഞ്ഞു. അതിന്റെ ഒരു ക്യൂറിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കോൺക്രീറ്റിംഗ് മുഴുവൻ കഴിഞ്ഞു. പാലത്തിന്റെ സ്ലാബ് മുഴുവൻ നമ്മൾ വാർത്ത് കഴിഞ്ഞു. ഇനി ആ കൈവരിയുടെ ഗ്രില്ലിങ്ങും ഒക്കെയാണ്. പെയിന്റിങ് ആരംഭിച്ചു, പ്രൈമർ അടിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്രോച്ച് റോഡ്, ഇപ്പോൾ സാധാരണ പാലം പണിത് അപ്രോച്ച് റോഡിനാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് അപ്രോച്ച് റോഡ് രണ്ട് സൈഡിലും നമുക്ക് അപ്രോച്ച് റോഡിന്റെ കാര്യങ്ങളെല്ലാം ഇത്തവണത്തെ ഇലക്ഷനിൽ ഉയർത്തി കാണിക്കുന്നത് പ്രധാനപ്പെട്ട എന്താ വിഷയം? ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാനായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് അത് നടത്തിയത്. നമുക്ക് സാധിച്ചു. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ സ്റ്റേഡിയം തന്നെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡ്രീം ആയിരുന്നല്ലോ. അപ്പോൾ ഈ പദ്ധതികളുടെ പൂർത്തീകരണം നമുക്ക് അബാൻ ഫ്ലൈ ഓവർ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്ത് സൂപ്പറായി അടിയിൽ പാർക്കിങ്ങും മറ്റ് കാറുകൾ ഇത് ചെയ്യുന്നതും ജിമ്മ്, ഇപ്പോൾ ഔഷധിയുടെയൊക്കെ ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിയും. ഒരു എഗ്രിമെൻറ്റ് മാത്രം വെച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ പുതിയ പത്തനംതിട്ടയാണ്